ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഓണം സദ്യ സ്പെഷ്യൽ പാൽപ്പായസത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. അമ്പലപ്പുഴ പാൽപ്പായസം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണേ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പാൽപ്പായസം ഉണ്ടാക്കാനായിട്ട് 250 ഗ്രാം ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നുറുക്ക് ഉണക്കലരിയാണ് കേട്ടോ. ഇപ്പൊ നുറുക്കാത്ത ഉണക്കലരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. പിന്നെ പായസമരി എന്നാണ് കേട്ടോ അതിന് പറയുക. അപ്പൊ നമ്മൾ ഇത് വെച്ച് തന്നെ പായസം ഉണ്ടാക്കണം, എന്നാലാണ് നല്ല അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ ടേസ്റ്റിൽ കിട്ടുള്ളൂ. പച്ചരി വെച്ചിട്ടും ചിലർ പായസം ഉണ്ടാക്കാറുണ്ട്, പക്ഷെ അതത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ ഞാൻ ലൂസായിട്ടാണ് വാങ്ങിച്ചത്. ഇത് ബ്രാൻഡഡ് പാക്കറ്റും വാങ്ങാനായിട്ട് കിട്ടും. അപ്പൊ നമ്മളിത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. എന്നിട്ട് പായസം റെഡിയാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ അരി വെന്ത് വന്നോളും. ഇന്നിപ്പോൾ ഞാനിവിടെ പായസം ഉണ്ടാക്കുന്നത് ഒരു ഉരുളിയിലാണ് കേട്ടോ. അപ്പൊ അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. പിന്നെ 1/2 ലിറ്റർ പാലും കൂടെ ചേർക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ലിറ്റർ വെള്ളം 1 കപ്പ് പാലുമായിട്ടും വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഈ പാല് നന്നായിട്ട് തിളപ്പിക്കണം. പിന്നെ കുക്കറിലും അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പൊ കുക്കറിൽ ഉണ്ടാക്കുന്നത് എനിക്ക് അത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല. അതിനേക്കാളും ടേസ്റ്റ് നമ്മൾ ഇതുപോലെ നല്ല അടിക്കട്ടിയുള്ള ഒരു പാത്രത്തിലോ ഉരുളിയിലോ ഒക്കെ ഉണ്ടാക്കുകയാണ്. പെട്ടെന്ന് തന്നെ റെഡിയാകും. അത്ര സമയമൊന്നും വേണ്ട, ഒരു അരമണിക്കൂറൊക്കെ മതി കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ പായസം നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പൊ ഇതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. പാല് തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അരി. അപ്പൊ നമ്മൾ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തത് കാരണം തന്നെ അരി പെട്ടെന്ന് വെന്തോളും. അപ്പൊ നമ്മളിനി ഈ അരി ഇതിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. വറ്റി വരുന്നത് വരെ വേവിക്കാം. അപ്പോഴേക്കും അരിയൊക്കെ ഒരു 1/4 ഭാഗം വെന്ത് വന്നോളും. അപ്പൊ തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ മതി കേട്ടോ, അടച്ച് വെക്കണ്ട. നമ്മൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പൊ പാലൊക്കെ ഇവിടെ വറ്റി അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ പാലിൽ തന്നെ അരി വേവിക്കണം കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പൊ കണ്ടോ, നന്നായിട്ട് അരി വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കി 1 ലിറ്റർ പാല് ചേർക്കണം. അപ്പൊ നമ്മൾ ചൂടാക്കിയ പാല് വേണം കേട്ടോ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാൻ. തണുത്ത പാല് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിയാൻ സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ ചൂടാക്കിയതിന് ശേഷം വേണം ഇതിലോട്ട് പാല് ചേർക്കാനേ. അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ പാല് ഒന്നും കൂടെ തിളച്ച് വന്ന് അതിൽ കിടന്ന് ഈ അരി വേവണം. പാലിൽ കിടന്ന് നമ്മൾ അരി വേവിച്ചെടുക്കുമ്പോഴാണ് യഥാർത്ഥ പാൽപ്പായസത്തിന്റെ ടേസ്റ്റ് കിട്ടുക. കുറച്ച് ടൈം എടുത്താലും നല്ല ടേസ്റ്റിയായ പാൽപ്പായസം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ്. അപ്പോൾ ഇത് ചിലപ്പോൾ തികയില്ല. അപ്പോൾ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഈ പാല് ഏകദേശം 1/4 ഭാഗത്തോളം വറ്റി വരണം കേട്ടോ. അതുവരെ നമ്മളിത് തിളപ്പിച്ചുകൊണ്ടിരിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല. നല്ല അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ അടി പിടിക്കൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഷുഗർ നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. നന്നായിട്ട് മധുരം വേണ്ടവർ കുറച്ച് കൂടുതൽ ചേർക്കുക, കുറവായിട്ട് വേണ്ടവർ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കണം. അപ്പോൾ ഞാൻ ഏലക്കാപ്പൊടിയും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ 2 ടീസ്പൂണാണ് ഇപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ ഫ്ലേവർ കുറവുണ്ടെങ്കിൽ പിന്നെ വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഏലക്ക മാത്രം ചതച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ ഒരു 5-6 ഒക്കെ ചേർത്താൽ മതിയാകും. അപ്പോൾ എത്രയാണോ നമുക്ക് ഏലക്കയുടെ ഫ്ലേവർ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏലക്കപ്പൊടിയുടെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങണം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പായസമൊക്കെ റെഡി ആകുമ്പോൾ ഒന്നും കൂടി ഫ്ലേവർ നോക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല നെയ്യ് വേണം ചേർക്കാൻ. അപ്പം നല്ലൊരു നെയ്യിൻ്റെ ഫ്ലേവറും കൂടി ചേർന്നാലാണ് നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസമായി കിട്ടുക. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ കുറച്ച് കൂടുതൽ നെയ്യ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റ് എന്താണെങ്കിലും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രം ചേർത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂണൊക്കെ വേണമെങ്കിൽ ചേർക്കുക ഈ ഒരളവിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നെയ്യിലും കൂടി കടന്ന് ഈ പായസം തിളക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആവുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം വറ്റി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പായസം. അപ്പോൾ ഇത് ഇത്രയും മതി. അരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് 1 കപ്പ് പാല് കൂടി ചേർക്കാം. അപ്പോൾ മൊത്തം
2 ലിറ്റർ പാലിലാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പായസം റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി തിക്കാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും മതി. അപ്പോൾ നമ്മളിപ്പോൾ ചേർത്ത പാലും കൂടി തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഏലക്കാപ്പൊടിയൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്താൽ മതി. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നല്ല തിക്കായി പായസം തോന്നുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാലൊന്ന് ചൂടാക്കിയിട്ട് ചേർത്താൽ മതി. ഒരു 1/2 ലിറ്റർ പാല് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ച് ചേർത്താലും മതി. പക്ഷെ വെള്ളം തിളപ്പിച്ച് ചേർക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി പാല് തിളപ്പിച്ചിട്ട് ചേർക്കായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വാങ്ങി വെക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാനിലോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ സാധാരണ അമ്പലപ്പുഴ പാൽപ്പായസത്തിൽ അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്ത് ചേർക്കണം എന്നില്ല കേട്ടോ. നമ്മൾ പായസം റെഡിയാക്കുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്താലും മതി. പക്ഷെ ഞാനിപ്പോൾ ഏതായാലും ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി കുറച്ച് മുന്തിരി കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. മുന്തിരി നന്നായിട്ടൊന്ന് പൊങ്ങി വരുമ്പോൾ നമുക്ക് ഇത് പായസത്തിലോട്ട് ചേർക്കാം. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമ്മുടെ പായസത്തിലോട്ട് ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായ അമ്പലപ്പുഴ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണക്കലരി കൊണ്ട് അല്ലെങ്കിൽ പായസരി കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഈ അമ്പലപ്പുഴ പാൽപ്പായസം ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നമ്മുടെ ചാനലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു അടിപൊളി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.